എൽ ഡി എഫിന് ഗുണകരമായിട്ടുള്ള പോസിറ്റീവായിട്ടൊരു വശം എന്ന് പറഞ്ഞാൽ അവർ മിക്കവാറും സ്ഥലത്ത് സിറ്റിംഗ് എം എൽ എമാർക്ക് വീണ്ടും അവസരം കൊടുത്തു എന്നുള്ളതാണ്. അതെ, കഴിഞ്ഞ തവണത്തെ പോലെ തത്വാധിഷ്ഠിത നിലപാടല്ല, ഇത്തവണ പ്രായോഗികമായ നിലപാടാണ്. കഴിഞ്ഞ തവണത്തെ ജയിക്കുന്ന തിരഞ്ഞെടുപ്പാണ്, ഇത്തവണ തോക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ്. അപ്പോൾ തോൽക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ കാര്യങ്ങളെ പഠിക്കുമല്ലോ. അതിൻ്റെ ഫലമായിട്ട് മിക്കവാറും സ്ഥലങ്ങളിൽ സിറ്റിംഗ് എം എൽ എമാർ തന്നെ വീണ്ടും മത്സരിക്കും. അപ്പോൾ ആ സിറ്റിംഗ് എം എൽ എക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ വെച്ചാൽ ഇയാൾ ജനങ്ങളെ അത്ര അധികം വെറുപ്പിച്ച ആളല്ലെങ്കിൽ സിറ്റിംഗ് എം എൽ എയിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടാവും. പിന്നെ സിറ്റിംഗ് എം എൽ എക്ക് മണ്ഡലം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മണ്ഡലത്തിൽ എല്ലായിടത്തും അദ്ദേഹം സുപരിചിതനായിരിക്കും. അദ്ദേഹത്തിന് ആളുകളെ അറിയാം, ആളുകൾക്ക് അദ്ദേഹത്തെ അറിയാം. അപ്പോൾ വലിയൊരു മുഖവരിയുടെ ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ അധികമായിട്ടും ആവശ്യമില്ല. അത് തന്നെ അധികപ്പറ്റാണ്. അപ്പോൾ അങ്ങനെ പല സൗകര്യങ്ങളും സിറ്റിംഗ് എം എൽ എക്കുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ഈ സിറ്റിംഗ് എം എൽ എമാരെ എല്ലാവരും ജയിക്കുന്നില്ല അതിൻ്റെ അർത്ഥം. അതിലും കുറേ പേര് തോറ്റു പോകും. എന്നാലും ആ ഒരു പുതുമുഖം നിന്ന് തോക്കുന്നതിനേക്കാളും അത് കുറച്ചുകൂടി സൗകര്യം ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ സിറ്റിംഗ് എം എൽ എക്കാണ്. അപ്പോൾ ആ ഒരു ഘടകം കൂടി അവർ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളേ ഉള്ളൂ. എന്നാൽ പോലും യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അത് കാസർഗോഡ് ജില്ല തൊട്ട് തിരുവനന്തപുരം ജില്ല വരെ ഉണ്ട്.